കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് നടത്തിയ കാസർഗോഡ് കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. സമരക്കാരെ പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിയിലും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. DCC ഓഫീസ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇത് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസ് സമരക്കാരെ പിരിച്ചുവിടാനായി ജലപീരങ്കി പ്രയോഗിച്ചത്. ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്കൊടുവിൽ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ അവരെ തൊഴിൽ ഉറപ്പ് കൊടുക്കുന്ന മൗലികമായ അവകാശമായി തൊഴിൽ ഉറപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗും പ്രിയങ്കരിയ ശ്രീമതി സോണിയാഗാന്ധിയും കൊടുത്തത്. എന്താണ് ഒരു രാഷ്ട്രപിതാവ് വിഭാവനം ചെയ്തത്? ഈ രാജ്യത്തിന്റെ ഗ്രാമസ്വരാജ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഗ്രാമീണ ജനതയുടെ ഉന്നമനമാണ്, പാവപ്പെട്ടവന്റെ ഉന്നമനമാണ് മഹാത്മാഗാന്ധിയുടെ സ്വപ്നം എന്നതുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രപിതാവിന്റെ പേര് ഈ രാജ്യത്തെ ഏറ്റവും മാതൃകാപരമായ ഒരു പദ്ധതിക്ക് അദ്ദേഹത്തിന്റെ പേര് കൊടുത്തത്. അയ്യപ്പന്റെ പൊന്നുപോലും കട്ടെടുത്ത കള്ളന്മാരാണ് കേരളം ഭരിക്കുന്നത് എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ കവി പാടിയതുപോലെ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ട് അത് അലിയൊലികളായി അതിങ്ങനെ മുഴകിക്കൊണ്ടിരിക്കും. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ അധ്യക്ഷനായി. നേതാക്കളായ ഉനൈസ് ബേഡകം, റാഫി അടൂർ, വിനോദ്, ശ്രീനാഥ് ബദിയടുക്ക, സുജിത്ത് തച്ചങ്ങാട്, അക്ഷയ എസ് ബാലൻ, രജിത, ആവിദ് അടച്ചേരി, വസന്തൻ ബന്ദർക്ക തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി.